രംഗത്ത് കേരളം തല ഉയർത്തി നിന്നിരുന്നു. പഠന മികവിന്റെ കാര്യത്തിൽ മലയാളി വിദ്യാർത്ഥികൾ മുന്നിലുമായിരുന്നു. എണ്ണി പറയാവുന്ന വിദ്യാലയങ്ങളെ അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ഉന്നതി ഇന്ന് അവകാശപ്പെടാൻ കഴിയുന്നില്ല. വിവിധ കാരണങ്ങളാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം താളം തെറ്റി. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗം പരസ്യമായും ചില രഹസ്യമായും അംഗീകരിക്കുന്ന കാര്യമാണിത്. നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ സർവകലാശാലകൾ കുത്തൊഴുക്കിൽ താഴ്ന്നപ്പോൾ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശുദ്ധീകരണത്തിന് തയ്യാറായി. കുട്ടികളുടെയും സംസ്ഥാനത്തിന്റെയും ഭാവിയെ കരുതി അദ്ദേഹത്തിന് പിന്തുണ നൽകേണ്ടവർ രാഷ്ട്രീയ ചിന്ത ചാർത്തി എതിർത്തു. ലക്ഷ്യം പൂർണ്ണമായി കൈവരിക്കാനായില്ലെങ്കിലും സർവകലാശാലകളിൽ നടന്നു വന്നിരുന്ന പലവിധ അനാശാസ പ്രവണതകളും പുറത്തു കൊണ്ടുവരാനും അവ തടയാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മുൻഗാമിയുടെ നടപടികൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ശ്രദ്ധിച്ചു. അതിനും വിലങ്ങുതടിയിടുന്നത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്താനുള്ള ബാധ്യതയുള്ളവരാണ്. അക്കാദമിക് ഇതര കാര്യങ്ങൾ പെരുപ്പിച്ചു കാട്ടി ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ ഇവർ പിന്തുണ നൽകുന്നു. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ അത് തെളിയുന്നു. സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ഒരു സാധാരണ ഭരണ നടപടിയല്ല. അത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അക്കാദമിക് ദർശനം, ഭരണ സംസ്കാരം, സ്ഥാപനത്തിന്റെ ഭാവി എന്നിവ നിർവചിക്കുന്ന പ്രക്രിയയാണ്. സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലറായി ഗവർണർ സേവനം അനുഷ്ഠിക്കുന്നതിനാൽ ഈ പദവിക്ക് ഭരണഘടനാപരവും നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വമുണ്ട്. ഗവർണറുടെ കാഴ്ചപ്പാടിൽ ചാൻസലറുടെ സ്ഥാനം വെറും ചടങ്ങുകൾക്കായുള്ള സ്ഥാനമല്ല, സർവകലാശാലകളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ സൃഷ്ടിച്ചിരുന്ന നിയമപരമായ പ്രതിരോധ സംവിധാനമാണത്. സർവകലാശാല ഗ്രാന്റ്സ് കമ്മീഷൻ ചട്ടങ്ങൾ, സംസ്ഥാന സർവകലാശാല നിയമനങ്ങൾ, സുപ്രീം കോടതിയുടെ അന്തിമ വിധികൾ എന്നിവ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഇവ ചാൻസലറായി ഗവർണറെ നിയമനം പൂർണ്ണമായും കഴിവ്, തെളിമ, ദേശീയ അക്കാദമിക് നിലവാരങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമായി ഉറപ്പാക്കാൻ അധികാരമുള്ളതാക്കുന്നു. നിയമന പ്രക്രിയ സാധാരണയായി ചാൻസലർ, UGC, സർവകലാശാലയുടെ ഭരണഘടനാ സമിതികൾ എന്നിവയുടെ പ്രതിനിധികളടങ്ങുന്ന സേഴ്സ് കം സെക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണത്തോടെ തുടങ്ങുന്നു. ചില സർവകലാശാലകളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും ഉൾപ്പെടുന്നു. കമ്മിറ്റിയുടെ പ്രവർത്തനം രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിച്ച അക്കാദമിക് മികവും ഭരണ സാമർഥ്യവും ദീർഘവീക്ഷണമുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ് ഗവർണറുടെ നിർണായക ഉത്തരവാദിത്തം. അടുത്തിടെ വൈസ് ചാൻസലർ നിയമനങ്ങളെ ചൊല്ലി രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കം ആവർത്തിച്ചു വരുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. നിയമപരമായ മാനദണ്ഡങ്ങളും UGC ചട്ടങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിലാണ് പ്രധാനമായും ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നത്. ഗവർണറുടെ നിലപാടിൽ ഇത് രാഷ്ട്രീയ മത്സരമല്ല, മറിച്ച് ചാൻസലറുടെ ഓഫീസിന്റെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യവും സർവകലാശാലകളുടെ അക്കാദമിക് സ്വാതന്ത്ര്യം സംരക്ഷിക്കലുമാണ് ലക്ഷ്യം. സമീപകാലത്തെ പ്രധാന വഴിത്തിരിവ് ഡിജിറ്റൽ സർവകലാശാലയ്ക്കും APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ സർവകലാശാലയ്ക്കുമുള്ള സ്ഥിരം വൈസ് ചാൻസലർമാരുടെ നിയമനത്തെക്കുറിച്ചുള്ളതാണ്. വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപൂർവമായി കോടതി തന്നെ സേഴ്സ് കമ്മിറ്റി രൂപീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസ ഭരണത്തിൽ വർദ്ധിച്ചു വരുന്ന നീതിന്യായ ഇടപെടലിന്റെ സൂചനയായി 2018 UGC ചട്ടങ്ങൾ കമ്മിറ്റി ആരാണ് രൂപീകരിക്കണമെന്ന് വ്യക്തമാക്കാത്തതിനാൽ കോടതി തന്നെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഗവർണറും സംസ്ഥാന സർക്കാരും 4 പേരുടെ പേരുകളും UGC ഒരാളുടെ പേരും നൽകണം. ഇവയിൽ നിന്ന് കോടതി 5-അംഗ സേഴ്സ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് അതിന് ശുപാർശകൾ ഗവർണറിന് കൈമാറും. നിലവിലെ സർവകലാശാല നിയമപ്രകാരം ഗവർണർ നിയമനം നടത്തും. ഇത് 5-അംഗ സേർച്ച് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം സ്വന്തമാക്കി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരുന്ന പുതിയ ഓർഡിനൻസിനെ പ്രായോഗികമായി തളർത്തുന്ന തീരുമാനമാണ്. സുപ്രീം കോടതി രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ അത്തരമൊരു വ്യവസ്ഥയില്ല. കൂടാതെ അന്തിമ നിയമനാധികാരം ഗവർണർക്കായിരിക്കും. ഇതിനകം ഗവർണറുടെ അധികാരത്തിനായി അയച്ച ഡിജിറ്റൽ സർവകലാശാല ഓർഡിനൻസ് ചാബിളിയാകും. സർവകലാശാലകൾ അക്കാദമിക് മികവിലേക്കാണ് നീങ്ങേണ്ടത്. അവ ശക്തിപ്പെടുത്തുകയും സ്ഥിരം വൈസ് ചാൻസലർമാരെ ഉടൻ നിയമിക്കുകയും വേണമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. ഗവർണർ സ്വീകരിക്കുന്ന നടപടികളിൽ യുക്തിസഹമായ എതിർപ്പ് കണ്ടെത്തേണ്ടതുണ്ട്. ബുദ്ധിമുട്ടാണ്. സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയമിക്കുക എന്നത് ഗവർണറെ സംബന്ധിച്ച് ഏറെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി, ഗവേഷണം, പാഠ്യപദ്ധതി വികസനം, അധ്യാപക നിയമനം, വിദ്യാർത്ഥി ക്ഷേമം എന്നിവയിൽ സർവകലാശാലകളുടെ സമീപനത്തെ വർഷങ്ങളോളം സ്വാധീനിക്കും. അതിനാൽ വൈസ് ചാൻസലർ നിയമനം ഒരു നിയമ നടപടിക്രമം മാത്രമല്ല, അത് സംസ്ഥാനത്തിന്റെ ഭൗതിക ഭാവി സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ കർത്തവ്യമാണ്.